ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 760 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനമാണ്. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആർട്ടിസ്റ്റ് അർമാൻഡ് കബ്രേര തൻ്റെ ലാൻഡ്സ്കേപ്പ് ഓയിൽ പെയിൻറ്റിങ്ങുകളിൽ പ്രതിഫലിക്കുന്ന പ്രകാശത്തെ പകർത്തുവാനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനമായ കലാപരമായ തത്വമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പ്രതിഫലിക്കുന്നതായ പ്രകാശം അതിൻ്റെ ഉറവിട പ്രകാശത്തെക്കാളും ശക്തമായിരിക്കരുത്. തുടക്കക്കാരായ ചിത്രകാരന്മാർ പ്രതിഫലിക്കുന്നതായ പ്രകാശത്തെ പെരുപ്പിച്ച് കാണിക്കാറുണ്ട്. എന്നാൽ കബ്രേര പറയുന്നത് അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. പ്രതിഫലിക്കുന്ന പ്രകാശം നിഴലിൻ്റേതാണ്. അതുകൊണ്ട് നേരിട്ടുള്ള പ്രകാശ പ്രദേശത്തെക്കാളും തെളിച്ചമുള്ളത് ആകരുത്. യേശുതമ്പുരാനെ കുറിച്ച് വചനം പറയുന്നത് എല്ലാ മനുഷ്യരുടെയും പ്രകാശം എന്നാണ്. യോഹന്നാൻ സ്നാപകനാകട്ടെ താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് വന്നു. സുവിശേഷകൻ പറയുന്നതും അതുതന്നെയാണ്. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നവനത്രേ എന്ന്. പ്രിയമുള്ളവരെ, യോഹന്നാൻ സ്നാപകനെ പോലെ ലോകത്തിൻ്റെ നിഴലിൽ വസിക്കുന്നവർക്ക് വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മറ്റുള്ളവർക്കായി വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശുതമ്പുരാൻ്റെ സാക്ഷികളായി നാം മാറണം. യേശുതമ്പുരാനിൽ നിന്ന് വെളിച്ചത്തെ സ്വീകരിക്കുവാനും ആ വെളിച്ചത്തെ നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.